ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. മികച്ച രീതിയിലാണ് രേഖാചിത്രം മുന്നോട്ട് കുതിക്കുന്നത്. രണ്ടാം ദിവസവും സിനിമയ്ക്ക് ഗംഭീരമായിട്ടുള്ള തിരക്ക്. എവിടെയും റെഡ് കളറിലാണ് നമുക്ക് ബുക്ക് മൈ ഷോ കാണാനുള്ളത്. ആദ്യ ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ സിനിമ ആസിഫ് അലിയുടെ കരിയറിലെ ഏറ്റവും ഉയർന്ന സ്കോറിലേക്ക് എത്തി. അതായത് 1,95,00,000 രൂപയോളമാണ് സിനിമയുടെ കളക്ഷനായിട്ട് വന്നിരിക്കുന്നത്. ട്രാക്കേഴ്സ് മുഖാന്തരം വന്നത് 1,56,00,000 രൂപയായിരുന്നു. അതായത് 819 ഷോകൾ ട്രാക്ക് ചെയ്തപ്പോൾ 95,000 മുകളിലുള്ള ആളുകൾ കാണുകയും 43% ഒക്യുപ്പൻസിയിലാണ് സിനിമ ഇന്നലെ കളിച്ചത്. ഇന്ന് മികച്ച രീതിയിൽ തന്നെ പോകുന്നു. ഇതിനോടകം തന്നെ സിനിമ 40 ലക്ഷവും കഴിഞ്ഞിരിക്കുന്നു വെറും 362 ഷോകളിൽ നിന്ന്. ഇന്ന് വെള്ളിയാഴ്ചയാണ്, എന്നിരുന്നാൽ പോലും മികച്ച ഒരു കളക്ഷനാണ്. സാധാരണ ഒരു ഇടിവ് പ്രതീക്ഷിക്കുന്ന ദിവസം ഇന്ന് ഫൈനൽ കളക്ഷൻ അതിൻ്റെയും മുകളിലായിരിക്കാം. എന്തായാലും ആസിഫ് അലിയുടെ കരിയർ മികച്ച രീതിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ അദ്ദേഹത്തെ ബോക്സ് ഓഫീസ് രീതിയിൽ കളിയാക്കിക്കൊണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ പല സിനിമ സെലക്ഷൻസും ആളുകൾ ഈ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു. പിന്നീട് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു മികച്ച രീതിയിലുള്ള സെലക്ഷനുമായി അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. കിഷ്കിന്ധാകാന്ഡം എവിടെ നിർത്തിയോ അവിടുന്ന് മുന്നോട്ട് പോകുന്നതാണ് നമുക്ക് ഈ ഒരു സിനിമ. പ്രത്യേകിച്ച് ജോഫിൻ ടി ചാക്കോയുടെ സംവിധാനം. ദ പ്രീസ്റ്റ് എന്ന ചിത്രത്തിന് ശേഷം പ്രോമിസിംഗ് ഡയറക്ടറായി മാറിയിരിക്കുന്നു ജോഫിൻ ടി ചാക്കോ. സെക്കൻഡ് സിനിമയും മികച്ച രീതിയിൽ തന്നെ. മമ്മൂട്ടിയുടെ പ്രസൻസ് അത് തന്നെയാണ് സിനിമയെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ്. മമ്മൂട്ടിയുടെ ഒരു പടം വെറുതെ ഒന്ന് സിനിമയിൽ കണ്ടാൽ പോലും അത്രത്തോളം ലിവറേജ് കിട്ടുന്നു എന്നുള്ളതിനെ വീണ്ടും വീണ്ടും തെളിയിക്കുന്നു. ഇത് അടുപ്പിച്ചുള്ള 3-ാം വർഷമാണ് മമ്മൂട്ടി ചെറിയൊരു പാർട്ടാകുന്ന സിനിമകൾ വിജയിക്കുന്നത് എന്നുള്ളതാണ്. എന്താണേലും ഇവിടെ അനശ്വര രാജൻ എന്ന ഭാഗ്യ നായികയും നമുക്ക് കാണാൻ കഴിയുന്നു. വെറും ഭാഗ്യനായിക മാത്രമല്ല, മികച്ച നടി കൂടിയാണ്. ഉർവശിക്കൊക്കെ ശേഷം മികച്ച നടി എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ആളാണ് ഇപ്പോൾ അനശ്വര. എന്തായാലും അനശ്വര നേര് വമ്പൻ വിജയം നേടിത്തന്നു. ഓസ്ലർ അതിഗംഭീര വിജയം നേടിത്തന്നു. ഇപ്പോഴിതാ ആ ലെവലിലേക്ക് തന്നെ അടുത്ത സിനിമയും രേഖാചിത്രം തുടരെ ഉള്ള നല്ല സിനിമകൾ, ഒരു ബോൾഡായിട്ടുള്ള ഒരു എല്ലാം തികഞ്ഞ ആക്ട്രസ്സായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. കുട്ടിത്തം വിട്ടുമാറി ഓരോ ക്യാരക്ടറിന് അനുയോജ്യമായ രീതിയിലേക്ക് മാറുന്നു. നേരിലെ ആ ഒരൊറ്റ പ്രകടനം തന്നെ നമ്മൾ പ്രതീക്ഷിച്ചതാണ്. അത് സംസ്ഥാന അവാർഡൊക്കെ മേടിക്കാൻ അർഹമായിട്ടുള്ള അത്ര ഗംഭീരമായിട്ടുള്ള പ്രകടനം തന്നെയാണ്. ഒരുപക്ഷെ നേരെന്ന സിനിമയെ വിജയത്തിൻ്റെ 90% ഈ പറഞ്ഞ പോലെ അനശ്വരയുടെ പ്രത്യേകതയിൽ അല്ലെങ്കിൽ അനശ്വരയുടെ കഴിവ് കൊണ്ട് തന്നെയെന്ന് നമുക്ക് പറയാം. ബാക്കിയെല്ലാം സാധാരണ സിനിമയെ തോന്നിയ ആ ഒരു സിനിമയെ ഇത്രയും മാറ്റിമറിച്ചത് അനശ്വര തന്നെയാണ്. ഇവിടെ ഈ ഒരു സിനിമയിലേക്ക് കടക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു ബുക്ക് മൈ ഷോ ചുവന്ന് തുടക്കുകയാണ്. എന്താണേലും റെക്കോർഡ് തൂക്കി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇതിനോടകം ട്രാക്കേഴ്സ് മുഖാന്തരം തന്നെ സിനിമ 2 കോടിയിലേക്ക് ടച്ച് ചെയ്തിരിക്കുന്നു. അതായത് ഇന്നത്തെ കളക്ഷനോടെ സിനിമ 2 കോടിയല്ല 4 കോടിയിലേക്ക് എത്തും കേരള കളക്ഷനായിട്ട്. അതേപോലെ തന്നെ സിനിമ റെസ്റ്റ് ഓഫ് ഇന്ത്യയും വേൾഡ് വൈഡും നോക്കുമ്പോൾ ഏകദേശം 4.5 കോടിയിലേക്ക് ഇന്നലത്തെ കളക്ഷൻ മാത്രം എത്തിയിട്ടുണ്ടാകാം. അതിൻ്റെ അപ്ഡേറ്റുകൾക്കായി വെയിറ്റ് ചെയ്യുന്നു. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രേ മീഡിയാസ്.